നമസ്തേ, അഖിലയാണ്. ഭരിക്കുന്ന പാർട്ടിക്ക് ഇഷ്ടമല്ലെന്ന് കരുതി ചരിത്രമല്ലാതാകുന്നില്ല സാർ. ചോദ്യം ഇതായിരുന്നു: ബ്രിട്ടീഷ് ഭരണകാലത്ത് ഏറ്റവും കൂടുതൽ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചത് ആരെയെന്ന്. അതിന് അന്നും ഇന്നും എന്നും ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് മഹാനായ വീർ സവർക്കർ എന്ന് തന്നെയാണ്. 50 കൊല്ലത്തേക്കാണ് ബ്രിട്ടീഷ് ഭരണകൂടം അദ്ദേഹത്തെ തടവിന് വിധിച്ചത്. 25 വർഷം വരുന്ന 2 ജീവപര്യന്ത തടവുകൾ. സോ അദ്ദേഹത്തിനെ കൊണ്ടുപോകുന്നത് ആൻഡമാനിലെ, അതായത് കാലാപ്പാനി ജയിൽ എന്ന് പറയത്തില്ലേ, അവിടേക്കാണ് അദ്ദേഹത്തിനെ കൊണ്ടുപോയിരുന്നത്. അന്ന് ബ്രിട്ടീഷ് ഭരണകൂടം അദ്ദേഹത്തോടൊപ്പം അറസ്റ്റ് ചെയ്ത പല തടവുകാരെയും ഉണ്ടായിരുന്നു. ഒരുമിച്ചാണ് കൊണ്ടുപോയത്. അപ്പൊ ബ്രിട്ടീഷ് ഭരണകൂടത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു എഴുതിയിട്ടുണ്ട്, ഒരു ലോ ആണത്. അവരുടെ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടവുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്തിന് അകത്തുനിന്ന് പിടിക്കുന്ന എല്ലാവരും എ ക്ലാസ് ജയിലിൽ വേണം പാർപ്പിക്കാൻ എന്നുള്ളത് നിർബന്ധമായിട്ടും ഉണ്ടായിരുന്ന ഒരു ലോ തന്നെയായിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം അറസ്റ്റ് ചെയ്ത പലരെയും എ ക്ലാസ്സിലേക്ക് കൊണ്ടുപോയപ്പം ഇദ്ദേഹത്തിനെ ജയിലിൽ കൊണ്ടുപോയത് ഡി ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറിയിലാണ്. അതായത് സെല്ലിനകത്ത് എ, ബി, സി, ഡി എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ്സുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഈ എ ക്ലാസ്സിലാണ് മഹാത്മാഗാന്ധിയൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. പഴവും മാട്ടിൻപാലും ഒക്കെ കഴിച്ച് നല്ല സുഖലോലുപതയിൽ തടവി കൊടുക്കാൻ വരെ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ ഇത് ഞാൻ പറയുന്നതല്ല, വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ അറിവുമായിട്ട് വന്ന് പറയുന്നതാണെന്ന് വിചാരിക്കേണ്ട. ഇന്ത്യൻ ആർക്കൈവിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫ്സ് ഉൾപ്പെടെ അതിനകത്ത് ലഭ്യമാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോ മഹാത്മാഗാന്ധിക്കൊക്കെ അത്തരത്തിൽ, നെഹ്റുവിനും ഒക്കെ അത്തരത്തിലുള്ള വലിയ വലിയ രീതിയിലുള്ള സന്നാഹങ്ങളോട് കൂടിയിട്ടാണ് അവര് കഴിയുമ്പം വി ഡി സവർക്കറെ കൊണ്ടുപോയത്. അദ്ദേഹവും സ്വാതന്ത്ര്യ സമര പോരാളിയാണ്, ഹിന്ദുത്വ ദേശീയവാദിയായിരുന്നു വി ഡി സവർക്കർ. അപ്പൊ ബ്രിട്ടീഷ് ഭരണകൂടം ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നത് വി ഡി സവർക്കറെയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാനാവില്ല. കാരണം അദ്ദേഹത്തെ കൊണ്ടുപോയത് ഡി ബ്ലോക്കിലേക്കാണ്. ഡി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഡേഞ്ചറസ് പ്രിസണർ, ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള, അക്രമിയായിട്ടുള്ള ഒരാളായിട്ടാണ് വി ഡി സവർക്കറെ ബ്രിട്ടീഷ് ഭരണകൂടം ട്രീറ്റ് ചെയ്തത്. അദ്ദേഹത്തിന് അവർക്ക് വലിയ പേടിയായിരുന്നു. അദ്ദേഹത്തിന്റെ പേടി, അദ്ദേഹം മറ്റൊന്നിനു വേണ്ടിയിട്ടും സ്വരാജ്യത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. തികഞ്ഞ ഹിന്ദുത്വവാദിയായിരുന്നു വി ഡി സവർക്കർ. അപ്പോ അദ്ദേഹത്തിന് ആ ജയിലിൽ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടതകൾ നമുക്കൊക്കെ സ്വപ്നത്തിൽ ചിന്തിക്കാൻ പോലും പറ്റില്ല. ആദ്യത്തെ, അതായത് 50 കൊല്ലത്തേക്ക് അദ്ദേഹത്തിന് തടവ് ശിക്ഷയ്ക്ക് വിധിച്ച് അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന സമയത്ത് ആദ്യത്തെ 2 വർഷത്തിലെ 15 മാസ കാലയളവിൽ അദ്ദേഹത്തിന് ഏകാന്ത തടവായിരുന്നു വിധിച്ചിരുന്നത്. ഈ ഏകാന്ത തടവ് അദ്ദേഹത്തിന് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കഠിനമായിട്ടുള്ള ശിക്ഷാരീതികളും അദ്ദേഹത്തിന് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ആദ്യ സമയത്ത്, ഏകാന്ത തടവ് സമയത്ത് അദ്ദേഹത്തിന് കൊടുത്തിരുന്നതെന്ന് വെച്ചാൽ തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ അത് കൈകൊണ്ട് പൊതിച്ച് അതിൽ നിന്ന് ഓരോ ചകിരി നാരുകൾ എടുത്ത് അതിൽ നിന്ന് കയറുണ്ടാക്കാനുള്ള ശിക്ഷയായിരുന്നു അദ്ദേഹത്തിന് ആദ്യം കൊടുത്തിരുന്നത്. അപ്പൊ അതിൽ നിന്ന് കയറുകൾ ഉണ്ടാക്കി കൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിന് കൊടുക്കുക. അപ്പോൾ അദ്ദേഹത്തിന്റെ കൈ പൊട്ടി ചോര ഒലിച്ച് അദ്ദേഹം എത്ര അവശനായിരുന്നാലും ആ ഭരണാധികാരികൾ ഇതൊന്നും കണ്ടില്ല എന്ന് നടിച്ചു വീണ്ടും അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിച്ചു. 2 കാലിലും ഇരുമ്പ് കമ്പികൾ വെച്ച് കെട്ടി ഇരുമ്പിന്റെ തൂക്കുകട്ടകൾ തൂക്കിയിട്ടിട്ട് അദ്ദേഹത്തിന് നിർത്തിയിരുന്നു. അത് എത്ര ദിവസമായിരുന്നു എന്ന് പറയും? 24 ദിവസം അദ്ദേഹത്തിന് അങ്ങനെ നിർത്തിയിരുന്നു. അദ്ദേഹത്തിനൊന്നും ഇരിക്കാൻ പോലും സാധിക്കാതെ. എന്നിട്ടും അദ്ദേഹം തോറ്റുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. തികഞ്ഞ ഹിന്ദുത്വ ദേശീയവാദിയായ മഹാനായ വീർ സവർക്കർ ഒരിക്കലും തോറ്റുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു, പിന്മാറാൻ തയ്യാറല്ലായിരുന്നു. അപ്പോൾ ഞാൻ ചരിത്ര രേഖകൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ്, ചരിത്ര രേഖകൾ പഠിച്ചതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. വെറുതെ വന്നിരുന്ന് പുലമ്പുന്നതല്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇത്തരത്തില് അതുപോലെ തന്നെ ചക്കിൽ, അതായത് കാളയെ ഉപയോഗിച്ച് ചക്കിൽ എണ്ണയാട്ടും കൊപ്ര ആട്ടുന്ന ആ ഒരു സമയത്ത് ഇദ്ദേഹത്തിന് ഉപയോഗിച്ചിട്ടായിരുന്നു ചക്ക ആട്ടിയിരുന്നത്. അത് എത്ര ദിവസമായിരുന്നു എന്നറിയോ? 3 മാസം, 90 ദിവസം അദ്ദേഹത്തെ കൊണ്ട് കഠിനമായിട്ട് നിർത്താണ്ട് ഇതിങ്ങനെ ചെയ്യിച്ചുകൊണ്ടിരുന്നു. എത്ര അവശനായിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിലെ തീ അത് കെട്ടടക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റിന് സാധിക്കുമായിരുന്നില്ല. അദ്ദേഹം ശക്തനായി തന്നെ നിലനിന്നിരുന്നു. കഠിനമായിട്ടുള്ള വേദനകൾ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴും ചരിത്ര രേഖകൾ അത് വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. വെറും രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും രാഷ്ട്രീയ നേട്ടങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ ജീവിതത്തിൽ സഹിച്ച ത്യാഗപൂർവമായ കാലഘട്ടത്തെ എതിർത്ത് പറയാനും തള്ളിപ്പറയാനും കരിവാരിത്തേക്കാനും നിങ്ങൾക്ക് കഴിയുമായിരിക്കും. ചരിത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ അതിന് ഒരിക്കലും സമ്മതിച്ചു തരില്ല, അനുവദിച്ചു തരില്ല. കാരണം വി ഡി സവർക്കർ അനുഭവിച്ച ത്യാഗപൂർവമായ കഥകൾ ഓരോ കുട്ടികളും പഠിക്കണം. അന്നത്തെ രാഷ്ട്രീയ ഭരണം നിങ്ങളുടെ കയ്യിലായിരുന്നപ്പോൾ നിങ്ങൾ അടിച്ചിറക്കിയ പുസ്തകത്തിൽ മരത്തിന്റെ ഉള്ളില്, തെങ്ങിന്റെ ഉള്ളില് വെള്ളം ഒഴിച്ച്
പന്ത് പൊങ്ങി വന്ന വീരകഥകളായിരിക്കും നെഹ്റുവിന്റെ നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഈ ചരിത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് മഹാനായ വീർ സവർക്കറുടെ കഥകൾ തന്നെയായിരിക്കും. ഇതിൽ നിങ്ങൾ എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാര്യമായിരുന്നു മഹാനായ വീർ സവർക്കർ എപ്പോഴും മാപ്പപേക്ഷ എഴുതി കൊടുക്കുമ്പോൾ യുവർ മോസ്റ്റ് ഒബീഡിയന്റ് സർവന്റ് എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തു. ആക്ച്വലി അത് മാപ്പപേക്ഷയല്ല, ദയാഹർജിയാണ്. ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് അവർക്കൊരു ദയാഹർജി സമർപ്പിക്കുമ്പോൾ അതിൽ സല്യൂട്ടേഷന്റെ ഭാഗമായിട്ട് യുവർ മോസ്റ്റ് ഒബീഡിയന്റ് എന്ന് തന്നെ, യുവർ മോസ്റ്റ് ഒബീഡിയന്റ് സർവന്റ് എന്ന് തന്നെ രേഖപ്പെടുത്തണം. അതൊരു ലംഘനം, അതിനെ ലംഘിക്കാൻ നമുക്ക് പാടില്ല, അതൊരു അവരുടെ പ്രോട്ടോകോൾ ആണ്. അപ്പോ അത് വീർ സവർക്കർ മാത്രമല്ല എഴുതിയിരിക്കുന്നത്, മഹാത്മാഗാന്ധിയുടെ വേണോ, എത്ര എണ്ണം വേണം? നിങ്ങൾ ഇന്ത്യൻ ആർക്കൈവ് പോയി പരിശോധിച്ച് നോക്കൂ. അതിനകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കുന്ന നിങ്ങളുടെ ജവഹർലാൽ നെഹ്റുവിന്റെ എത്ര മാപ്പപേക്ഷയുണ്ട്. ഇനി എന്തിനാ, അയാളുടെ അച്ഛനില്ലേ മോത്തിലാൽ നെഹ്റു, അയാളുടെ എത്ര മാപ്പപേക്ഷ നിങ്ങൾക്ക്, ദയാഹർജി നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. യുവർ മോസ്റ്റ് ഒബീഡിയന്റ് സർവന്റ് എന്ന് തന്നെയാണ് അതിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് മഹാനായ വീർ സവർക്കർ മാത്രമല്ല ചെയ്തിരിക്കുന്നത്, നെഹ്റുവും മഹാത്മാഗാന്ധിയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നെഹ്റുവും മഹാത്മാഗാന്ധിയും ചെയ്യുമ്പോൾ ആഹ എന്നും മഹാനായ വീർ സവർക്കർ ചെയ്യുമ്പോൾ ഓഹോ എന്ന് പറയുന്ന ഇരട്ടത്താപ്പ് അത് നടക്കില്ല സർ, അനുവദിക്കുകയില്ല. അപ്പൊ മോസ്റ്റ് ഒബീഡിയന്റ് സർവന്റ് എന്ന് വെക്കുന്നത്, നമ്മളിപ്പോ സ്കൂളിൽ ഒരു കുട്ടി ഒരു ലീവ് അപേക്ഷ വേണം, അപ്പൊ നമ്മൾ കൈൻഡ്ലി ഗ്രാൻഡ് മീ ദ പെർമിഷൻ എന്ന് വളരെ ഇതായിട്ടല്ലേ, ഹംബ്ലി റിക്വസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടൊക്കെ അല്ലേ നമ്മള് കുട്ടികളുടെ ലീവ് അപേക്ഷയ്ക്ക് പോലും എഴുതുക. റെസ്പെക്റ്റഡ് സർ, റെസ്പെക്റ്റഡ് മേഡം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുട്ടികളുടെ ലീവ് ഫോമിൽ പോലും നമ്മൾ അങ്ങനെയല്ലേ വെക്കുന്നത്. സോ അന്നത്തെ പ്രോട്ടോകോൾ അനുസരിച്ച് അത് ചെയ്യണമായിരുന്നു. അത് ഒരിക്കലും അയ്യോ ഞാൻ ഇനി ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ ഒന്നും സംസാരിക്കില്ല, എന്നെ ഇവിടുന്ന് പുറത്തു വിടണേന്നും പറഞ്ഞ് കരഞ്ഞ് കാല് കൂപ്പി അങ്ങനെ പറഞ്ഞിരിക്കുന്ന മാപ്പപേക്ഷയിൽ അതൊരു ദയാഹർജിയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഡി ക്ലാസ്സിൽ നിന്ന് എനിക്ക് അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങൾക്ക് അതിൽ മാറ്റമുണ്ടാക്കി എന്നെ എ ക്ലാസ്സിലേക്ക് മാറ്റി പാർപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ദയാഹർജിയാണ് അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെന്റിന് നേരെ കൊടുത്തിരിക്കുന്നത്. പിന്നെ മോത്തിലാൽ നെഹ്റു ഇല്ലേ, ഞാൻ പറഞ്ഞത് വെറുതെ ഇല്ല, നിങ്ങൾ ഇന്ത്യൻ ആർക്കൈവ് പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. നെഹ്റുവിനെ മറ്റ് പഞ്ചാബ് പ്രവിശ്യയിലേക്ക് നിരോധനാജ്ഞ ലംഘിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങടേക്ക് കടന്നു. 2 ദിവസം അദ്ദേഹത്തിനെ പിടിച്ചിട്ട് ജയിലിലിട്ടു. അദ്ദേഹത്തിന്റെ അച്ഛൻ മോത്തിലാൽ നെഹ്റു കരഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ അങ്ങോട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിന് മുമ്പിൽ സമർപ്പിച്ചു. ആ ലെറ്ററിൽ മോസ്റ്റ് ഒബീഡിയന്റ് സർവന്റ് എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ലെറ്ററിൽ പറഞ്ഞ കാര്യം, എന്റെ മോൻ അവിടെ ബെഡ്ഷീറ്റ് ഇല്ല, എന്റെ മോൻ കിടക്കുന്നിടത്ത് താണ്ട് ചോർന്നൊലിക്കുന്നു, വെള്ളം ഇങ്ങനെ ഇരമ്പി വരുന്നുണ്ട്, എന്റെ മോന് എലിയെ പേടിയാണെന്ന്. ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ ഈ ഒരു വസ്തുത അദ്ദേഹത്തിന്റെ ആത്മകഥ വായിച്ചു നോക്കി, നെഹ്റുവിന്റെ ആത്മകഥ എടുത്തു വെച്ച് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് മാപ്പപേക്ഷ എഴുതി കൊടുത്തതിന്റെ എത്ര ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞത് വാസ്തവ വിരുദ്ധമാണെങ്കിൽ തെളിയിക്കാൻ കെൽപ്പുള്ളവർ വന്ന് ചോദ്യം ചെയ്യുക, തീർച്ചയായിട്ടും തെളിവുകളോടെ ഞാനത് പുറത്തുവിടാം. ഗൂഗിൾ രേഖകളിൽ നിങ്ങൾക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ ആർക്കൈവിന്റെ സൈറ്റ് നിങ്ങൾക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടുന്ന കാര്യമാണ്. അപ്പോ അദ്ദേഹം, അതായത് മഹാനായ വീർ സവർക്കറിന്റെ കാര്യമാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത്. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന കണക്ക് അദ്ദേഹത്തിന് എത്ര കരിവാരി ശ്രമിക്കാൻ നിങ്ങൾ ശ്രമിച്ചാലും ദേശീയത ഉയർത്തി നിൽക്കുന്ന ഞങ്ങളെ പോലുള്ള ഓരോരുത്തരും അദ്ദേഹത്തിന്റെ ചരിത്രം ഞങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ വെറും വീർ സവർക്കർ എന്നല്ല ഞങ്ങൾ പറയുന്നത്, മഹാനായ വീർ സവർക്കർ എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ ഈ തള്ളി പറയുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ തള്ളിപ്പറയുന്നത് നിങ്ങളുടെ രാഷ്ട്രീയം കോൺഗ്രസുകാരോടാണ്. ഇന്ദിരാഗാന്ധിയാണ് മഹാനായ ഇന്ത്യയുടെ പുത്രനാണ് വീർ സവർക്കർ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന് ബഹുമാന സൂചകമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും കരുത്തനായ സ്വാതന്ത്ര്യ സമര പോരാളി അദ്ദേഹമായിരുന്നു എന്നുള്ള തിരിച്ചറിവിൽ ഇന്ദിരാഗാന്ധിയാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ പതിപ്പിച്ച സ്റ്റാമ്പ് പുറത്തിറക്കിയത്. അപ്പൊ നിങ്ങൾ തള്ളിപ്പറയുന്നത് ഇന്ദിരാഗാന്ധിയെ കൂടിയാണെന്നുള്ളത് നിങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ മഹാനായ വീർ സവർക്കറിന്റെ കഥകൾ, ചരിത്രം ഞങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യും. മഹാനായ വീർ സവർക്കർക്ക് പ്രണാമം. ജയ് ഹിന്ദ്.